ശാർക്കര അമ്മയെ സാക്ഷിയാക്കി തോട്ടയ്ക്കാട് ശശിയുടെ ഒരു കൈ സഹായം. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ RSS പ്രവർത്തകനായ ചിറയൻകീഴ് ബാബുവിൻ്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും 2 ഇരുചക്ര വാഹനങ്ങളും പെട്രോൾ ഒഴിച്ച് രാഷ്ട്രീയ എതിരാളികൾ കത്തിക്കുകയുണ്ടായി. ക്യാൻസർ രോഗിയായ ഭാര്യയുടെ ആശുപത്രി ചിലവുകൾക്കും മറ്റും നിവൃത്തിയില്ലാതെ നിസ്സഹായനായി തീർന്ന ബാബുവിനെ BJP ദേശീയ കൗൺസിൽ അംഗമായ തോട്ടയ്ക്കാട് ശശി ഒരു ഓട്ടോറിക്ഷ വാങ്ങി നൽകി സഹായിച്ചിരിക്കുകയാണ്. നമസ്കാരം. നമ്മൾ ഈ ഒരു ദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്നത്, നമ്മളെ പ്രവർത്തകരെല്ലാം ഇവിടെ എത്തിച്ചേർന്നത്, നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ബാബുച്ചേട്ടൻ്റെ വീട്ടിലുണ്ടായ അതിക്രമണം, അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമായ ഒരു ഓട്ടോയും 2 ബൈക്കുകളും പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും അത് പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു. അതേ തുടർന്ന് അന്നേ ദിവസം തന്നെ നമ്മൾ BJPയുടെ പ്രവർത്തകരെല്ലാം കൂടെ സ്റ്റേഷൻ മാർച്ച് നടത്തുകയും അതിനെ പിറ്റേന്ന് പ്രതികളെ പിടിക്കുകയും ചെയ്തു. അതിന് മുന്നേ ഒരു ദിവസം നമ്മുടെ സ്ഥാനാർത്ഥിയായ ടിൻറ്റു വിജയൻ്റെ വീട്ടിൽ സമാനമായ ആക്രമണം ഉണ്ടാവുകയും അപ്പം അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളാണ് ബാബുച്ചേട്ടൻ്റെ വീട്ടിൽ നടന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം പൂർണ്ണമായി നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് ഒരു വരുമാനവും മാർഗമില്ലാത്ത സമയത്ത് നമ്മുടെ BJPയുടെ ദേശീയ കൗൺസിൽ അംഗം ശ്രീ തോട്ടയ്ക്കാട് ശശിയേട്ടൻ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം ഒരു ഓട്ടോ ബാബുച്ചേട്ടന് ഇന്ന് താക്കോൽദാനം ചെയ്യുന്നു. അതിന് എല്ലാവിധ ആശംസകളും ചിറയൻകീഴ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് BJPക്കെതിരെ ഭയാനത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രീ ബാബുവിൻ്റെയും അതേപോലെ തന്നെ സിന്ധുവിൻ്റെയും വീട്ടിലെ നടത്തിലുള്ള തീവെപ്പ് പ്രതികളെ ഏതാനും ദിവസങ്ങൾക്ക് പിടിക്കുകയുണ്ടായി. അതിന് പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ പോലീസ് വേണ്ട രീതിയിൽ ശുഷ്കാന്തിയോട് കൂടിയിട്ട് ചെയ്തിട്ടില്ല. പല പ്രാവശ്യം നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും അതിന് ചാർജ് ഷീറ്റ് കൊടുക്കാനോ കേവലം ഇൻഷുറൻസിൻ്റെ പരിരക്ഷയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ഭയപ്പെടുത്തിയും തീ വെച്ചും മർദ്ദിച്ചും നമ്മുടെ പ്രവർത്തകന്മാരെ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും അതേപോലെ തന്നെ BJPയുടെ പ്രവർത്തകന്മാരെ മാനസികമായിട്ട് തളർത്താമെന്ന് ഇവിടുത്തെ ഭരണകർത്താക്കളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ചിന്തിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ ഇവിടെ സമൂഹമുണ്ട്, നമ്മളിൽ പെട്ടവരുണ്ട്.
നമ്മളെ കുടുംബത്തിലെ ഒരു അംഗത്തിന് ആണ് അത് സംഭവിച്ചത് എന്നുള്ള ഭാവത്തിൽ ഇന്ന് നമ്മുടെ ആ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിക് ആട്ടോയാണ്, അത് ചാർജ് ചെയ്ത് ഓടത്തക്ക തരത്തിലുള്ള ഒരു ആട്ടോയാണ് ശ്രീ ബാബുവിന് കൊടുക്കുന്നത്. എല്ലാവരുടെയും മനസ്സ് അത് പൂർണ്ണമായിട്ട് അതിൽ അർപ്പിച്ചുകൊണ്ട് അതിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി നിങ്ങളുടെ അനുവാദത്തോടു കൂടിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാബുച്ചേൻ്റെ ഇതിന് വേണ്ട കുറച്ച് തുക ലോൺ അടയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു തുക ഈ ഒരു ചടങ്ങിൽ തന്നെ നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ സ്വയംസേവയുടെ ഒരു കൂട്ടായ്മയാണ് ഈ പൈസ കണ്ടെത്തിയിട്ടുള്ളത്.